ഡയലോഗുള്ള കഥാപാത്രമാണ് വലിയ കഥാപാത്രം, ഡയലോഗ് ഇല്ലെങ്കിൽ എന്തോ കുറവാണ് എന്നൊക്കെ വിചാരിക്കുന്നൊരു കോമൺ ധാരണ അല്ലെങ്കിൽ കോമൺ തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും ഡയലോഗ് പറയൽ മാത്രമല്ല, അല്ലെങ്കിൽ ഡയലോഗ് പറയലെന്ന് പറയുന്നതല്ല അഭിനയം എന്ന് പറയുന്നത്. ഡയലോഗ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അതിന് മുൻപുള്ള ആലോചനകൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, എന്തിനാണിതിപ്പോൾ പറയുന്നത്, അത്തരം ഡയലോഗ് പറയുന്നതിന് തൊട്ട് മുൻപുള്ള സമയമാണ്, അവിടുത്തെ പെർഫോമൻസാണ് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ളത്. ഈ ഡയലോഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു നോട്ടം കൊണ്ടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത്. ഡയലോഗ് പറയുന്നതിനപ്പുറം ഇപ്പുറവും കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു ഷോട്ടിനുള്ളിൽ ചെയ്യാനുണ്ടാവും. പലപ്പോഴും പല ഡയറക്ടേഴ്സും നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ ചിലർ അവരുടെ ഷോട്ടിന് അല്ലെങ്കിൽ ക്യാമറയുടെ മൂവ്മെൻറ്റിനുള്ളിൽ നിങ്ങൾ പെർഫോം ചെയ്യുക, നിങ്ങൾ എന്താണോ നമുക്ക് വരേണ്ടത് ആ സാധനം ഈ പറയുന്ന ആ സ്പാനിനുള്ളിൽ തരിക എന്ന് പറയുന്ന രീതിയിലായിരിക്കും സിനിമ ഷൂട്ട് ചെയ്ത് പോകുന്നത്. അല്ല നമ്മൾ പ്ലേ ചെയ്യുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു മാസ്റ്റർ എടുത്ത് പോകാൻ അത്തരം എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പലപ്പോഴും ന്യൂ വേവ് ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും ചെറിയ ചെറിയ ഷോർട്സ് ആയിരിക്കും, ആ ഷോർട്സിനുള്ളിൽ ആ മൊത്തം സീൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ഷോട്ടാണ് ഇപ്പോൾ പോകുന്നത്, എവിടെയാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ള മനസ്സിലാക്കലും, അതിന് മുൻപ് എന്താണ് സംഭവിച്ചത്, അപ്പോഴത്തെ ഇമോഷണൽ കണ്ടിന്യൂറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കി ചെയ്തു പോവുക, അത്തരം ആലോചനകളും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു പെർഫോമറിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഡയലോഗ് പ്രധാനപ്പെട്ടതാണ്, പക്ഷേ ഡയലോഗ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കരുത്.